ശ്രീ ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജാതിവരയുടെ ഒരു ജീർണമുഖമായി ഒരു ഡീൻ നിൽക്കുന്നത് ആണ് നമ്മൾ കാണുന്നത്. അത് ഒരു തരത്തിലും കേരളം അതിനോട് യോജിക്കുന്നുമില്ല. ശക്തമായി അതിലുള്ള പ്രതിഷേധം കേരളം എതിർപ്പ് കൃത്യമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു, അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നെ കൂടുതൽ നിരാശപ്പെടുത്തുന്നത് അതേ മട്ടിൽ തന്നെ ആ വിദ്യാർത്ഥിയെ ഒരു കള്ളനായി ചിത്രീകരിച്ച, ഒരു പരിശോധനയും നടത്താതെ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു വിവരത്തെ മാത്രം എടുത്ത് ആഘോഷിച്ച് അതേക്കുറിച്ച് മനസ്സിലാക്കാതെ ആ വിദ്യാർത്ഥിയുടെ ഭാവി തകർത്ത ഈ വിഷയത്തിൽ ഈ ഡീനിനെ പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമില്ലേ? ഇത് ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചത് സ്ഥലത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബ്രാഹ്മണിസം ഉണ്ടല്ലോ, സ്ഥാപനവൽകൃതമായ ബ്രാഹ്മണ മേധാവിത്വം, അതെങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളിൽ കടന്നു കയറുന്നത് എന്ന് പറയാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് വിശദമായിട്ട് ടോപ്പിക് ആകാൻ സമയവുമില്ല. ഇത് മാധ്യമങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റിനെ അടിക്കാൻ ഉള്ള വടിയായിട്ട് ഏതിനെയും രൂപമാറ്റം വരുത്തുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അത് ചെയ്തോട്ടെ, പക്ഷേ കൺമുമ്പിൽ വരുന്ന ഒരു വിവരത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും പരിശോധിക്കാനും അത് നിജസ്ഥിതി മനസ്സിലാക്കാനും അത് കളവാണോ സത്യമാണോ ആ ഒരു ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കില്ലേ? അല്ല, ഇത് പ്രാഥമികമായിട്ടും പിന്നെ ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് അട്രാക്ട് ചെയ്യുന്ന നടപടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ ഏതെങ്കിലും മാധ്യമം തയ്യാറാവില്ല. ഞാനതാണ് പറഞ്ഞത്. ആ കാർഡ് നമുക്ക് ഒന്നുകൂടി കാണാം. കാരണം ഈ വിഷയം, ആ കാർഡ്, ആ വാർത്തയുടെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത്, ഇന്ന് ആ വിഷയം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വരുമ്പോഴാണ് ഒരു പരിശോധനയും നടത്താതെ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് കാര്യങ്ങൾ ചോദിക്കാതെ, ആ ഭാഗത്ത് എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാതെ. എന്നാൽ നോക്കൂ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പൂർത്തിയായിക്കോളൂ. ഇങ്ങനെയല്ലല്ലോ ഈ വിഷയം ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ആ വിദ്യാർത്ഥിയെ ഒരു കള്ളനായി ചിത്രീകരിച്ചത്, മോശക്കാരനായി ചിത്രീകരിച്ചത് എന്നത് വരുന്നുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, ഗോകുൽകൃഷ്ണനെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കൾ, പ്രത്യേകിച്ച് ABVPയുടെ നേതാക്കളായിട്ടുള്ള ഭാവിയുടെ പിന്നെ വാഗ്ദാനങ്ങളൊക്കെ ആയി മാറേണ്ട ചെറുപ്പക്കാരായ കുട്ടികളാണ് അവർ. പക്ഷെ അവർ പോലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ കാണുകയും ഇത് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇത് എടുക്കാഞ്ഞത്, അവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന നിലത്തിലേക്ക് വളരെ വളരെ എന്താണ് പറയുന്നത്, വളരെ പൂവറായിട്ടുള്ള ആർഗ്യുമെന്റ്സും കൊണ്ട് നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർ പറയുന്നത് ശരിയല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിലും മറ്റൊരു ഡിഫൻസ് അവർക്കില്ല. അതുകൊണ്ടാണ് ആ നിലയ്ക്ക് നിൽക്കുന്നതെന്നുള്ള എളുപ്പം നമുക്ക് മനസ്സിലാവും. പക്ഷെ മാധ്യമങ്ങൾ സഹജമായ ആ രീതിയിൽ എത്രത്തോളം ഇടതുപക്ഷ വിരുദ്ധത ചെലുത്താമോ അത്രത്തോളം ഇടതുപക്ഷ വിരുദ്ധത ആവട്ടെ എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുന്ന മറ്റൊരു ദൃഷ്ടാന്തം കൂടെ ഇത് മാറുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് മാധ്യമങ്ങൾ എത്ര ഒളിപ്പിച്ചാലും മറയിടാൻ ശ്രമിച്ചാലും ശരി, ജനങ്ങൾ അത് നന്നായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ആ നിലയിൽ അവരുടെ പ്രതികരണം ഏതൊരു കാര്യത്തിലും ഉണ്ടാവുകയുമുള്ളൂ എന്നുള്ളതും കൂടിയാണ് ഈ സംഭവങ്ങളുടെ ഒരു നെറ്റ് ഔട്ട്കം ആയിട്ട് ഞാൻ കാണുന്നത്. ശരി.